പ്രേക്ഷകരെ വീണ്ടും മുത്തപ്പനയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് മുൻകൂർ ജാമ്യ ഹർജികൾ കൂടി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഈ അതിജീവിതയെ അതിരൂക്ഷമായി സൈബർ ഇടത്തിൽ അപമാനിച്ച അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുക, മഞ്ചൂർ കോടതി പരിഗണിക്കുന്നു. ഒപ്പം തന്നെ സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണനയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആ വിശദാംശങ്ങൾ കൂടി നോക്കാം. പ്രശാന്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രശാന്ത്, എത്രത്തോളം നിർണായകമാണ് ഈ രണ്ടു പേർക്കും? ശ്യാം, വളരെ നിർണായകം തന്നെയാണ് രണ്ടുപേർക്കും, സന്ദീപ് വാര്യർക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വരനും. ഈ രണ്ടുപേരും അതിജീവിതയെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വ്യക്തിഹത്യ നടത്തുന്ന അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. യാതൊരു മര്യാദയും പാലിക്കാതെ, സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെയുള്ള രീതിയിലായിരുന്നു രണ്ടുപേരുടെയും ഈ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലെല്ലാം ഈ രാഹുൽ, അതായത് ഈ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന രീതിയിലെല്ലാം ഈ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സ്വന്തം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ സന്ദീപ് വാര്യർ ഇപ്പോഴും ഒളിവിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരത്ത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിൻ്റെയും ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിമോശ പരാമർശങ്ങളാണ് ഈ രാഹുൽ ഈശ്വർ നടത്തിയത്. മാത്രമല്ല, നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വിടുകയും അന്വേഷണം തെളിവെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും രണ്ടുപേർക്കും ഈ വിഷയത്തിൽ നിർണായകമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്രകാരമാണോ അതിജീവിതയോട് പെരുമാറിയത് അതിന് സമാനമായി തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്നൊരു സാഹചര്യമാണ് ഈ രണ്ടുപേരും ചെയ്തത്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല ഇവർ രണ്ടുപേരും സ്വീകരിച്ചത് എന്ന് വേണം നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ പല സമയങ്ങളിലായിട്ട് നിരവധി വീഡിയോകൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ന്യായീകരിക്കുന്ന സാഹചര്യം കൂടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അതായത് അറസ്റ്റിലായതിനു ശേഷവും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമെന്നൊരു വെല്ലുവിളി നടത്തുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം കോടതിയെ അറിയിക്കുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി വളരെ നിർണായകമായിരിക്കും. ഈ വിഷയത്തിൽ ജാമ്യം കിട്ടുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി, സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യ ഹർജിയും തള്ളാനുള്ള സാഹചര്യം ആണ് നിലവിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും ഈ വിഷയത്തിൽ ഈ അതിജീവിതയെ വ്യക്തിഹത്യ നടത്തുകയും സൈബറിടങ്ങളിൽ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടുപേർക്കും ഇന്ന് നിർണായകമാണ്. ശ്യാം, പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ രണ്ട് ജാമ്യ ഹർജികളും പരിഗണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫിസിക്കൽ ടോർച്ചറിങ് അത് എത്രത്തോളം കഠിനമാണ്, എത്രത്തോളം കൊടും ക്രൂരതയാണ് എന്നതിനൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു ടോർച്ചറിങ് തന്നെയാണ് വെർബൽ ടോർച്ചറിങ്. സമൂഹ മാധ്യമങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒളിഞ്ഞും പാത്തുമിരുന്ന് അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അസഭ്യം പറയുക, സംഘടിതമായി സൈബർ ആക്രമണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് എന്താണ് പറയേണ്ടത്? സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇന്നത്തെ സമൂഹം, പുരോഗമന സമൂഹമാണ് ഇത് കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടത്. ഒരാളെ വ്യക്തിഹത്യ നടത്താൻ, ഒരാളെ ഇല്ലായ്മ ചെയ്യാനൊക്കെ അതിരൂക്ഷമായ രീതിയിൽ, ഏത് രീതിയിൽ പോലും അതിന് ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തുമാകാം, ഒരു മൊബൈലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ചോദിക്കേണ്ടത്. ഇത് പുരോഗമന സമൂഹം, പുതിയ സമൂഹം, പരിഷ്കൃത സമൂഹമൊക്കെയാണ് ഇത് കൃത്യമായി തന്നെ ആലോചിക്കേണ്ടത്, ഇതിനൊരു തടയിടേണ്ടത്.